ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊന്ന് മുടി വെട്ടാൻ പോവാണ്. എന്റെ ഞാന് ഒരു 2 കൊല്ലായി ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇപ്പൊ ആകെ മൊത്തം നാശായി കൊളായിരിക്കുകയെന്ന്. അങ്ങനെയല്ല, ലെങ്ത് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാ വളരുന്നത്. മറ്റേ ലെയർ കട്ടൊക്കെ അടിച്ചുകൊണ്ട്. അപ്പൊ ഇപ്രാവശ്യം പോയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ബെൻഡായിട്ട് വെക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിയിലേക്ക് കൂടി സൈഡൊക്കെ ഇങ്ങനെ ഇതായിട്ട്. അതായത് ഒരു സൈഡിൽ ഇറക്കം കൂടുതല്, പുറത്ത് ഇറക്കം കുറവ്, അങ്ങനെ മൊത്തം അങ്ങനെയാണ് നിക്കുന്നത്. അപ്പൊ ഇനി പോയിട്ടൊന്ന് സ്ട്രൈറ്റ് കട്ട് അടിക്കാം. സ്ട്രൈറ്റ് കട്ട് അടിക്കണം തന്നെയാണ്, അല്ലെങ്കിൽ ശരിയാവില്ല. ഹെയർ വളരും തോറും വേറെ കട്ടൊക്കെ അടിച്ചാല് തലങ്ങും വിലങ്ങൊക്കെയാണ് മുടി പോകുന്നത്. അപ്പൊ എന്തായാലും സ്ട്രൈറ്റ് കട്ട് അടിക്കണം. അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ വെട്ടുകയാണ്. എനിക്ക് പക്ഷെ അത്ര സങ്കടമൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ ലെങ്ത്തുള്ള ഹെയർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അഭിയാണ് അതവിടെ വലിയ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു 10-20 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ വെട്ടി സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ ഞാൻ വെട്ടിയത്. കണ്ടോ, ഇതേപോലത്തെ മുടിയാണ് കേട്ടോ എൻ്റെ. കുറച്ച് അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണേ. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് ആ ഒരു ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടിയിരുന്നുണ്ട്. അതും സ്ട്രെയിറ്റ് കട്ടാക്കിയിട്ടാട്ടോ വെട്ടുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രൊസീജിയർ ബ്ലോ ഡ്രൈ. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മുടി സെറ്റ് ആവുക കേട്ടോ. കണ്ടില്ലേ, ആ ലുക്ക് തന്നെ മാറി, മുടി ഒന്ന് സെറ്റായി. ഞാൻ വെട്ടി സ്ട്രെയിറ്റ് കട്ട് അടിച്ചു. പിന്നെ ഫ്രണ്ടില് ആ ഒരു ചീക്ക് ലെവലില് കുറച്ച് ബാങ്ക്സ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോ റെഡി ആവാനായിട്ട്. അപ്പം എന്നോട് പറഞ്ഞു 6 മാസം ആവുമ്പെങ്കിലും കട്ട് ചെയ്യണമെന്ന്. ഞാൻ 2 വർഷമൊക്കെ ആയി കട്ട് ചെയ്തിട്ട്. അപ്പൊ സ്പ്ലിറ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 6 മാസം കൂടുമ്പെങ്കിലും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ 6 മാസം കൂടുമ്പോ ഇടയ്ക്കൊന്ന് സ്പാ ഒക്കെ ചെയ്യണമെന്നുണ്ട്. കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. സന്തോഷായി. പിന്നെ സെറ്റ് ചെയ്ത് കഴിയുമ്പോ ഉള്ള രസം പിന്നീട് കിട്ടില്ലല്ലോ. കുഴപ്പമില്ല. ഇനി 6 മാസം കൂടുമ്പോ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ സ്പ്ലിറ്റൻസ് ഒക്കെ കുറയുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ കുറച്ച് ഫ്രിസിനെസ് ആയതുകൊണ്ട് കേളി ഹെയർ കൂടി ആവുമ്പോ, കേളി ഹെയർ ഉള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഫ്രിസിനെസ്സും എന്തോരം മെയിൻറ്റെയിൻ ചെയ്താലും ഭയങ്കര ഫ്രിസിനെസ്, റഫ്നെസ്സും. പിന്നെ ആ കേൾ മെയിൻറ്റെയിൻ ചെയ്യുക, CGM ചെയ്ത് വെക്കുക. പക്ഷെ CGM ചെയ്യണമെങ്കിൽ ചില്ലറ പരിപാടിയൊന്നുമില്ല. ഞാന് ചെയ്തിട്ട് കുടുങ്ങിയ സാധനമാണ്. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഞങ്ങക്ക് കാറൊന്ന് വാഷ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ എന്തായാലും നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.